മായാമയൂരം ഭാഗം 3. പറഞ്ഞോളൂ സർ. സൗമ്യമായ മുഖത്തോടെയാണ് പറഞ്ഞതെങ്കിലും ഗൗരിയുടെ സ്വരത്തിലെ നീരസം നിശാന്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പറയാൻ അവന് മടി തോന്നി. അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സർ. അവൻ മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾ ചോദിച്ചു. ഗൗരി, തുറന്നു പറയാം, വീട്ടിൽ വിവാഹാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ഗൗരിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ സംസാരിക്കാം. ധൃതിയിൽ പറഞ്ഞിട്ട് അവൻ അവളുടെ മറുപടിക്കായി കാത്തു. പ്രതീക്ഷിച്ച കാര്യമായതുകൊണ്ട് ഗൗരിക്ക് പരിഭ്രമമൊന്നും തോന്നിയില്ല. സർ, ഇപ്പോൾ ഒരു വിവാഹത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. അതിനുള്ള ഒരു സാഹചര്യം എനിക്കില്ല. നിശാന്തിൻ്റെ മുഖമൊന്ന് വാടി. എങ്കിലും അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചു. തൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം. അമ്മയും അനിയത്തിയും തന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നൊക്കെ അറിയാം. ഗൗരി ഒന്നും മിണ്ടിയില്ല. തൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകാൻ എനിക്ക് സാധിക്കുമെടോ. മുന്നോട്ട് തൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും. അവൻ ചിരിച്ചു. അങ്ങനെ പറയാൻ കാണിച്ച മനസ്സിന് നന്ദിയുണ്ട് സർ. പക്ഷേ എൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നവയാണ്. അത് അങ്ങനെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗൗരിയും പുഞ്ചിരിയോടെ തന്നെ അവന് മറുപടി കൊടുത്തു. അതായിക്കോട്ടെ. വിവാഹം കഴിഞ്ഞാലും തൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരില്ല. തനിക്ക് സമ്മതമാണെങ്കിൽ 1-2 വർഷം ഞാൻ വെയിറ്റ് ചെയ്യാം. അവൻ്റെ ശബ്ദത്തിലെ ആവേശം അവൾക്ക് മനസ്സിലായി. വേണ്ട സർ, ഈ 2 വർഷത്തിനുള്ളിൽ ഞാൻ എന്തായാലും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല. സാഹചര്യം അനുവദിച്ചാൽ എന്തെങ്കിലും ഒരു വിവാഹമൊക്കെ ഉണ്ടാകുമായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാൻ പറയാൻ എനിക്ക് കഴിയില്ല. നിശാന്തിൻ്റെ മുഖം മങ്ങി. ശരി സർ. കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ ഗൗരി ഫ്ലോറിലേക്ക് നടന്നു. പോകുന്ന വഴി ജസ്നയുടെ തുറിച്ചുനോട്ടം അവൾ കണ്ടില്ലെന്ന് നടിച്ചു. ഗൗരി തൻ്റെ ജോലിയിലേക്ക് കടന്നതും നിശാന്ത് അവളെ ഒന്ന് നോക്കി ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. സ്റ്റോപ്പിൽ ഗൗരി ബസ് ഇറങ്ങുമ്പോൾ നേരം നന്നായി ഇരുട്ടിയിരുന്നു. സാധാരണ വരുന്ന നേരം തന്നെയാണ്. 1-2 കടകളും അവിടെവിടെയായി ആളുകളും ഒക്കെയുണ്ട് അവിടെ. സമയം ഒട്ടും കളയാതെ അവൾ മുന്നോട്ട് നടന്നു. അധികം തിരക്കൊന്നുമില്ലാത്ത വഴിയിലൂടെ അവൾ വേഗത്തിൽ നടന്നു. മരങ്ങൾ തിങ്ങി നിൽക്കുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ വശത്തായി കാണുന്ന കെട്ടിടത്തിലേക്ക് അവളുടെ നോട്ടം പോയി. ഒറ്റ നോട്ടത്തിൽ വീടാണെന്ന് തോന്നുമെങ്കിലും അതൊരു ഓഫീസാണെന്ന് അഞ്ജലി പറഞ്ഞു കേട്ടിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഫീസ്. ഇരുൾ മൂടിക്കിടക്കുന്ന വീട്ടിലേക്ക് നോക്കി അവൾ മുന്നോട്ട് പോയി. അമ്പലത്തിൻ്റെ അടുത്തെത്തിയതും നടപ്പ് കുറച്ച് പതുക്കെയായി. അവിടെ അത്യാവശ്യം വെളിച്ചമുണ്ട്. കുറച്ച് ആളുകളുമുണ്ട്. ആരെയും അത്ര പരിചയമില്ല. കലങ്കും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവൾ ഓർക്കുകയായിരുന്നു, ഒന്നിനെക്കുറിച്ചും ആശങ്കയില്ലാതെ ഒന്നിനും ഒരു കുറവുമില്ലാതെയാണ് 10-22 വർഷം ജീവിച്ചത്. ഒരു അല്ലലും അറിഞ്ഞിട്ടില്ല. അച്ഛൻ അറിയിച്ചിട്ടില്ല. എന്തെങ്കിലും ആഗ്രഹിച്ചാൽ പറയുന്നതിന് മുൻപ് അച്ഛൻ സാധിച്ചു തരും. ഒക്കെ പോയി. അച്ഛൻ പോയ കൂടെ എല്ലാ സന്തോഷങ്ങളും പോയി. കണ്ണൊന്നു നിറഞ്ഞുവെന്ന് തോന്നിയതും സാരി തുമ്പൊന്നുയർത്തി തുടച്ചു കളഞ്ഞു അവൾ. ഈ നാടും തനിക്ക് പരിചിതമല്ല. ഇവിടേക്ക് വന്നിട്ട് 6 മാസമാകുന്നു. സാഹചര്യം മാറിയപ്പോൾ അതിനൊത്ത് ജീവിക്കാനും പഠിച്ചു വരുന്നു. അഞ്ജലിയുടെ വീടും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ കണ്ടു തൻ്റെ വീടിൻ്റെ മുന്നിൽ വഴിയിലേക്ക് നോക്കി നിൽക്കുന്ന ശോഭയെ. അവളെ കണ്ടതും അവരുടെ മുഖത്ത് ആശ്വാസഭാവം. എന്തിനാ അമ്മേ ഈ തണുപ്പത്ത് നിൽക്കുന്നേ? അകത്ത് കയറിയിരുന്നാൽ പോരെ? ഞാനിങ്ങ് വരില്ലേ? ശാസനയോടെ ഗൗരി ചെരുപ്പഴിച്ചു വെച്ച് ഉമ്മറത്തേക്ക് കയറി. ഉമ്മറത്ത് വെച്ചിരുന്ന ദീപത്തെ ഒന്ന് വണങ്ങി. എന്താ വൈകുന്നേന്ന് ഓർക്കുമായിരുന്നു ഞാൻ. ചെന്ന് കുളിച്ചു വാ. മുത്തെവിടെ? അമ്മയ്ക്കൊപ്പം അകത്തേക്ക് കയറുന്നതിനിടെ അവൾ ചോദിച്ചു. പഠിക്കുന്നു. ബാഗിൽ നിന്ന് ഗൗരി എടുത്തു കൊടുത്ത ടിഫിൻ ബോക്സുമായി ശോഭ അടുക്കളയിലേക്ക് പോയതും ഗൗരി മുറിയിലേക്ക് കയറി. സ്റ്റഡി ടേബിളിൽ ബുക്ക് നിവർത്തി വെച്ച് എഴുതുന്ന ഗാഥ അവളെ കണ്ട് തലയുയർത്തി നോക്കി. ചേച്ചി ഇന്ന് താമസിച്ചോ? ഇല്ലടി, എന്നും വരുന്ന നേരം തന്നെയാ. ബാഗ് കട്ടിലിലേക്കിട്ട അലമാരയിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ഗൗരി ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞിറങ്ങി മുടി കുടഞ്ഞിടുമ്പോൾ ഗാഥ അവൾക്കടുത്തേക്ക് വന്നു. അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ട് ചേച്ചി. ഞാൻ വന്നപ്പോൾ കിടക്കുമായിരുന്നു. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. ഗൗരിയുടെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. കുറേ നാളുകളായി ശോഭയെ വിടാതെ പിടിച്ചിരിക്കുന്ന അസുഖമാണ് ശ്വാസം മുട്ടൽ. കുറച്ച് തണുപ്പടിച്ചാൽ അത് കൂടും. ഞാനൊന്ന് ചോദിക്കട്ടെ? ഗൗരി അടുക്കളയിൽ ചെല്ലുമ്പോൾ ശോഭ അവർക്ക് കഴിക്കാനുള്ളത് എടുത്തു വയ്ക്കുകയാണ്. അമ്മയ്ക്ക് ശ്വാസം മുട്ടലായിരുന്നെന്ന് മുത്തു പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോണോ അമ്മേ? അവൾ അവരുടെ കയ്യിൽ പിടിച്ചു. ഓ വേണ്ടെന്നേ, ഇന്ന് ഇത്തിരി തണുപ്പ് കൂടുതലുണ്ടല്ലോ, അതിൻ്റെയാണ്. അവരത് നിസ്സാരമായി തള്ളി. എല്ലാ കാര്യങ്ങളും ഒരാളിലൂടെയാണ് നടക്കുന്നതെന്ന് അവർക്കറിയാം. ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നാൽ പിന്നെ ഈ മാസം ഞെരുങ്ങിപ്പോകും. നാളെ ഞാൻ നേരത്തെ വരാം. അമ്മ ഒരുങ്ങി നിൽക്ക്, ഹോസ്പിറ്റലിൽ പോകാം.
അതൊന്നും വേണ്ട, ഗുളികയൊക്കെ ഇരിപ്പുണ്ടല്ലോ. പറഞ്ഞാൽ അമ്മ അനുസരിക്കില്ല എന്ന് ഗൗരിക്കറിയാം. നാളെ ഇത്തിരി നേരത്തെ ഇറങ്ങി അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാമെന്നവൾ മനസ്സിൽ ചിന്തിച്ചു. ആരവ് വിളിച്ചിരുന്നു ചേച്ചി? കഴിക്കാനിരിക്കുമ്പോഴാണ് ഗാഥ പറഞ്ഞത്. എന്താ വിശേഷം? ഗൗരി ചോദിച്ചു. അപ്പച്ചിയും ടീമും ചിലപ്പോൾ ഇങ്ങോട്ടൊരു വിസിറ്റ് ഉണ്ടാവുമെന്ന്. ഗൗരിയുടെ മനസ്സൊന്ന് പതറി. എന്തിനാ? ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദമൊന്ന് ഇടറിപ്പോയി. ആവോ, നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള വിസിറ്റായിരിക്കും. ഇറക്കി വിട്ട് കഴിഞ്ഞ് ആദ്യമായിട്ടല്ലേ നമ്മളെ കാണുന്നേ? ഗാഥയ്ക്ക് പുച്ഛം. അങ്ങനൊന്നും പറയാതെ മുത്തേ, ഇറക്കി വിട്ടതല്ലല്ലോ, നമ്മളായി തന്നെ പോന്നതല്ലേ. ശോഭ അവളെ തിരുത്തി. ഓ, അമ്മയ്ക്ക് ഇപ്പോഴും അവരോടാണോ കൂറ്? നമുക്ക് അവകാശപ്പെട്ട വീട്ടിലായി ഇപ്പോൾ ചെറിയച്ഛനും കുടുംബവും താമസിക്കുന്നത്. അവരുടെ പോരും കുറ്റം പറച്ചിലും സഹിക്കാൻ വയ്യാതെ അവിടെ നിന്നിറങ്ങിപ്പോരുമ്പോൾ ഒരു വാക്ക് കൊണ്ടുപോലും എതിർക്കാത്ത ആൾക്കാരാ അപ്പച്ചിയും കുടുംബവും. എന്നിട്ടിപ്പോൾ വിശേഷം തിരക്കാൻ വരുന്നു. പറഞ്ഞു തീർന്നിട്ട് ഗാഥ മുന്നിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. ഗൗരി ഒന്നും മിണ്ടിയില്ല. അവൾ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി സത്യമാണ്. ഗൗരിയുടെ അച്ഛൻ കൃഷ്ണചന്ദ്രൻ ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്കൊരു വീടും കൂടപ്പിറപ്പുകളുടെ പഠനവും സഹോദരിയുടെ വിവാഹവും ഒക്കെ നടന്നത്. കൃഷ്ണചന്ദ്രൻ ഗൾഫിലായിരിക്കുന്ന കാലത്ത് തന്നെ അനിയൻ വിജയചന്ദ്രൻ വിവാഹം കഴിച്ചു. അയാൾക്കൊരു കുട്ടിയായപ്പോഴാണ് അമ്മയുടെ നിർബന്ധപ്രകാരം കൃഷ്ണചന്ദ്രൻ ശോഭയെ വിവാഹം കഴിക്കുന്നത്. 3 വർഷം മുൻപ് കൃഷ്ണചന്ദ്രൻ ഗൾഫിൽ വെച്ച് മരണമടയുന്നതുവരെ എല്ലാം നന്നായി തന്നെ പോയി. 2 കുടുംബവും ഒരു വീട്ടിൽ സന്തോഷമായി കഴിഞ്ഞു. പക്ഷേ അയാളുടെ മരണശേഷം ശോഭയും പെൺകുട്ടികളും വിജയചന്ദ്രന് ഒരു ബാധ്യതയായി. ഡിഗ്രി കഴിഞ്ഞു നിന്ന ഗൗരി അടുത്തൊരിടത്ത് ജോലിക്ക് പോയി. കുത്തുവാക്കും പരിഹാസവും ചെറിയമ്മയുടെ പോരും സഹിക്കാൻ വയ്യാതെ ശോഭ മക്കളെ കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി. വീതം കിട്ടിയ സ്ഥലം വിറ്റും കൃഷ്ണചന്ദ്രൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് കിട്ടിയ കുറച്ച് പൈസയും ചേർത്ത് ചെറിയൊരു വീട് വാങ്ങിയതാണിവിടെ. ഈ വീട് വാങ്ങുമ്പോൾ ഒരു ബന്ധുക്കളും പെട്ടെന്ന് വരാൻ പറ്റാത്ത പോലെ കുറച്ച് അകലം വേണമെന്ന് ഗൗരിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞു പോയില്ലേ, നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. ശോഭ കണ്ണു തുടച്ചു. അതെ, നഷ്ടം നമുക്ക് മാത്രമാ. പക്ഷേ അച്ഛൻ ചോര നീരാക്കിയ പണം കൊണ്ടുണ്ടാക്കിയ വീടാ. അതങ്ങനെ ഒരു അർഹതയുമില്ലാത്തവരുടെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഗാഥ രോഷം കൊണ്ടു. കഴിച്ചിട്ട് പോയിരുന്നു പഠിക്കുമുത്തേ. കൂടുതൽ പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഗൗരി പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും പറയാതെ ഗാഥ വേഗം കഴിച്ചെണീറ്റു പോയി. അവൾ പറയുന്നതൊന്നും അമ്മ കാര്യമാക്കണ്ട. അടുക്കളയിൽ ബാക്കി ജോലി കൂടി ഒതുക്കുന്നതിനിടെ ഗൗരി പറഞ്ഞു. അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്കറിയാം മോളെ. വീട് കൃഷ്ണേട്ടൻ്റെ പേരിൽ എഴുതാൻ നിങ്ങളുടെ അച്ചമ്മ കുറേ പറഞ്ഞതാ. കൃഷ്ണേട്ടൻ കേട്ടില്ല. നിങ്ങളുടെ അച്ഛൻ പോയി കഴിഞ്ഞും പറഞ്ഞതാ. പിന്നെ അതിനൊന്നും നിൽക്കാതെ അമ്മയും പോയപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കാനൊന്നും എനിക്കും വയ്യായിരുന്നു. അവരൊന്ന് നെടുവീർപ്പിട്ടു. അച്ഛന് വേണ്ടാത്തതൊന്നും നമുക്കും വേണ്ടമ്മേ. ഗൗരി അമ്മയെ ചേർത്ത് പിടിച്ചു. എന്നാലും അത്രയും കാലം അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് സ്വന്തം മക്കൾക്ക് ഒന്നുമില്ലാതായി പോയല്ലോ എന്നോർത്ത് കൃഷ്ണേട്ടൻ്റെ ആത്മാവ് വേദനിക്കുന്നുണ്ടായിരിക്കും. കണ്ണിൽ ഊറിക്കൂടിയ നീർത്തിളക്കം മിഴികളടച്ച് ഗൗരി ഇല്ലാതാക്കി കളഞ്ഞു. മുത്തേ, വേഗം വാ കേട്ടോ. ബാഗിലേക്ക് ചോറെടുത്ത് വെച്ചിട്ട് ഗൗരി അകത്തേക്ക് നോക്കി വിളിച്ചു. ദാ വന്നു. ബാഗ് 2 തോളിലുമായിട്ട് ഗാഥ ഓടിയിറങ്ങി വന്നു. ഇന്നാ, രശ്മി അച്ചാറ് ചോദിച്ചില്ലായിരുന്നോ? കൊടുത്തേക്ക്. കയ്യിലിരുന്ന ഒരു കുപ്പി അച്ചാറ് ശോഭ ഗൗരിയുടെ ബാഗിലേക്ക് വെച്ചു കൊടുത്തു. പണിയൊന്നും ചെയ്യണ്ട കേട്ടോ, പോയി കിടന്നോ. അമ്മയോടൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗൗരി മുറ്റത്തേക്ക് ഇറങ്ങി. ഗാഥയ്ക്കൊപ്പം വഴിയിലേക്ക് ഇറങ്ങി നടന്നു. മുന്നോട്ട് നടക്കുമ്പോൾ അഞ്ജലി മുന്നിലായി നടന്നു പോകുന്നത് കണ്ടു. അഞ്ജു ചേച്ചി, കൂയി. ഗാഥ വിളിച്ചു കൂവിയതും അഞ്ജലി തിരിഞ്ഞു നോക്കി. ഗൗരി ഗാഥയെ ഒന്ന് നോക്കി പേടിപ്പിച്ചു. ഞാൻ കരുതി പോയിന്ന് അഞ്ജലി പറഞ്ഞു. പിന്നെ മൂവരും ഒരുമിച്ചായി നടത്താം. ഇത്തവണ കലുങ്കിനു പകരം അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ആൽത്തറയിലാണ് അഞ്ജലിയുടെ ഭാഷയിൽ വായ്നോക്കികൾ സ്ഥാനം പിടിച്ചത്. പെട്ടെന്ന് ചെന്നാൽ ഫുട്ബോൾ കളിക്കാൻ ബസ്സിൽ സ്ഥലം കിട്ടും കേട്ടോ. ആ ശബ്ദം ജോബിയുടെ ആണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അവനെ രൂക്ഷമായി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അഞ്ജലി മുന്നോട്ട് നടന്നു. ഇവനൊക്കെ എന്തിൻ്റെ കേടാണോ? രാവിലെ ഇറങ്ങും വായി നോക്കാൻ. അഞ്ജലി പിറുപിറുത്തതും ഗൗരിയും തിരിഞ്ഞൊന്ന് നോക്കി. ജോബിക്കും ഉണ്ണിക്കും അപ്പുറേ ഇരിക്കുന്ന ഗൗതത്തിലാണ് അവളുടെ നോട്ടം ചെന്നു നിന്നത്. തുടരും.